ഹലോ ഗൈസ്, അപ്പോൾ ഡ്യൂട്ടി ഡയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഡ്യൂട്ടി ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ. അപ്പം ഞാനിത് ഡ്യൂട്ടിക്ക് കയറാൻ പോവുകയാണ്. എനിക്ക് ഡ്യൂട്ടി ഉള്ളത് 11 മണിക്കാണ് കേട്ടോ. 11 മണി ടു 7:30 വരെയാണ് ഡ്യൂട്ടി. അപ്പം ഞാനിതാ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് കേട്ടോ പോണേ. ഏകദേശം ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എന്താ അവസ്ഥ ഒന്നും അറിയില്ല, തിരക്കാണൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. എല്ലാവരും അവരുടെ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അത് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസ്മിന ഫാർമസിസ്റ്റിൻ്റെ മോനാണ് കേട്ടോ. അവനും വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ അവൻ നമുക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എല്ലാ മക്കൾക്കും ചായ കുടിക്കണമെങ്കിൽ ഫോൺ വേണമല്ലോ. ചായ എന്നല്ല, എന്ത് ഫുഡ് കഴിക്കണമെങ്കിലും അവർക്ക് ഫോൺ വേണം. അപ്പോൾ അവനും അതേപോലെ ഫോണൊക്കെ പിടിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ അടുക്കത്തെ പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന നല്ല ദിവസം, കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സാറ് പേഷ്യൻസിൻ്റെ ഒരു സൈഡ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്മിത്ത് ഫാർമസിത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോഴും പേഷ്യൻസ് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് ചായ എത്തിയിട്ടുണ്ട്. പക്ഷേ ചായ കുടിക്കാനൊന്നും ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പം സിൻഷയും നസ്രത്തയും ഹൗസ് അസിസ്റ്റൻറ്റ് തിരിച്ചു വരികയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർക്ക് അതും ഉണ്ടായിരുന്നു. ഈ ചേച്ചി ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഡ്രസ്സിങ് വരുന്ന ചേച്ചിയാണ് കേട്ടോ. സാറാക്കുട്ടി എന്ന ചേച്ചീൻ്റെ പേര്. അപ്പോൾ ചേച്ചിയായിട്ട് കുറച്ച് കുശലാന്വേഷണം പാവമാണ് കേട്ടോ ചേച്ചി. എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്ന ചേച്ചി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇടയിൽ അവിടെ ഒബ്സർവേഷനിലൊക്കെ പേഷ്യൻസ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ അതിൻ്റെ ഇടയ്ക്കൊന്ന് ബത്തേരി പോകേണ്ട അത്യാവശ്യം വന്നപ്പോൾ സാർ അങ്ങനെ ബത്തേരി പോയതാണ്. അപ്പം പേഷ്യൻസ് സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പേഷ്യൻസൊക്കെ ഒന്ന് ഒഴിഞ്ഞ സമയം ഏകദേശം ഇതാകണ്ടോ 12:20 ആവാനായിട്ടുണ്ട്. അപ്പോൾ അതോടെ ആ സിസ്റ്റത്തിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഇന്നത്തെ ചായക്ക് കടിയായിട്ടുള്ളത് ഉള്ളിവടയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഡ്യൂട്ടിക്ക് തന്നെ ഇറങ്ങി. നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നസ്രത്ത പോയി അവിടെ സിൻഷ ലാബിൽ അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നസ്മിനത്തെ ഫാർമസിയിൽ ഭയങ്കര ബിസിയാണ്. അപ്പം ഇഞ്ചക്ഷൻ കാര്യങ്ങൾ നസ്രത്ത ലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതിനിടയിൽ ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ വന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആപ്പിളും ഓറഞ്ചും അതിൻ്റെ ഇടയിൽ നാരങ്ങയൊക്കെ ഉണ്ട്. നാരങ്ങയൊക്കെ മേടിച്ച് ഞങ്ങൾ അത് കഴിക്കിയിരുന്നു കേട്ടോ. പിന്നത്തെ പരിപാടി പേഷ്യൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഓരോ പരിപാടികൾ ഒപ്പിക്കണേ. അങ്ങനെ അന്ന് എല്ലാവരും ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഏകദേശം 2:45 അപ്പോഴാണ് ഞങ്ങൾ ലഞ്ചിന് കയറുന്നത്. എല്ലാവരും ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അതിന് ചെറിയൊരു വയ്യായ്ക ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറുമ്പ് വാശിയൊക്കെയാണ് കേട്ടോ. ചീരാളി ടൗണിൽ പോകാൻ നിങ്ങൾക്ക് ടൗണൊക്കെ കാണിച്ചു കേട്ടോ. അടിപൊളിയാണ് ചീരാളി ടൗൺ. ഡ്യൂട്ടീൻ്റെ ഇടയിൽ എന്താ ടൗണിൽ ഡ്യൂട്ടീൻ്റെ ഇടയിൽ തിരക്ക് ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ പോകും തയ്യൽ കടയിൽ. ഓക്കെ. അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താ നസ്രി തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ടൗണിലേക്ക് ഇറങ്ങി. പേഷ്യൻസ് ഒന്ന് ഒഴിഞ്ഞ സമയത്ത് ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം അങ്ങനെ ഞങ്ങളിതാ ടൈലറിങ് ഷോപ്പിലെത്താനായിട്ട് അതെത്തി. നസ്രിത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു. ഇവരാണ് ഞങ്ങളെ ഡ്രസ്സ് എല്ലാവരും തയ്ക്കുന്നത്. എല്ലാവരുടെ ഡ്രസ്സുകളും ഇവരാണ്. നല്ല അടിപൊളിയാണ്. ചുരിദാർ തയ്ക്കുന്നതിന് എത്ര ഏച്ചി റേറ്റ്? ചുരിദാർ തയ്ക്കുന്നതിന് 400 കേട്ടോ. ലൈനിങ് അടക്കം. ഓക്കെ. ഇത് ആ കടേൻ്റെ മേലിൽ നിന്നുള്ള ടൗൺ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ മെയിൻ ലുലു മോളായിട്ടുള്ള ഗ്രാമീൺ മാർട്ടിലെത്തി. അവിടെ ഞങ്ങൾ ചെറിയതായിട്ട് അതിന് ചെറിയ സ്നാക്സൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ച്. ഇവിടെ കണ്ടോ സാധനങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും വയ്യായ്ക ആയതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. മോൾക്ക് ചെറിയ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. അവിടെ ഇതേപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഓഫറിലുള്ളതാണ്. ആർക്കും വയ്യായ്കയാണ്. ഡയറി മിൽക്കൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നും.
എന്നിട്ട് ഞങ്ങൾ വാങ്ങി, എല്ലാവർക്കും ഓരോ ഡയറി മിൽക്ക് വാങ്ങി. അങ്ങനെ ഞങ്ങളത് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി. അവർ ഈ സ്വീറ്റ്സും കാത്ത് നിൽക്കുകയാണ്. അത് കിട്ടിയപ്പോൾ തന്നെ അവർ ഹാപ്പിയായി. പിന്നെ അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ടൗണിൽ സംയുക്ത നബിദിന റാലി ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 7ഓളം മഹലിലൊക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ദഫ് പ്രോഗ്രാമും റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിസ്രത്തെ ആദുവിനെ കൂട്ടിയിട്ട് ടൗണിലേക്ക് പോയി. കുറച്ച് നേരം നിന്നുള്ള അപ്പോഴത്തേക്ക് ആദുവിന് ഉറക്കം വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ പിന്നെ പേഷ്യൻസ് വന്നു പറഞ്ഞു. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം 6 മണി ആയപ്പോൾ തന്നെ നസ്മിനത്ത് മോനെ കൊണ്ട് പോവുകയാണ് കേട്ടോ. മോനെപ്പോഴും നല്ല ഉറക്കത്തിലാണ്. നസ്മിനത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരൊപ്പയും വന്നിട്ടുണ്ട്. അങ്ങനെ നസ്മിനത്തെ പോവാണ്. ഇന്ന് നൈറ്റ് ഉണ്ടായിരുന്ന ആയിഷത്തെയാണ്. ആയിഷത്താൻ്റെ കുടുംബത്തിലൊരു മരണം ഉണ്ടായതുകൊണ്ട് ആയിഷത്ത നൈറ്റ് ലീവാണ്. അപ്പം ആകെപ്പെട്ടിരിക്കുക. ഞാനും നസ്രത്തെയും രാവിലെ തൊട്ട് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് കുറച്ച് ലേറ്റായിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് തിരക്കാണ് ഇന്ന്. അങ്ങനെ എന്താ നസ്മിനത്ത് പോവാണ്. അവർ ഉമ്മയിപ്പിക്കാണ് കേട്ടത്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഞങ്ങൾ തിരക്കുകൾക്കിടയിലാണ് ഇങ്ങനെ വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.